ഹായ് എവരി വൺ, വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് പ്ലേയിങ് 11. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഫസ്റ്റ് ഓഡിയനെ കുറിച്ചാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, T20 സീരീസിൽ 4-1 എന്നുള്ളൊരു വലിയൊരു വിജയത്തിന് ശേഷം ഇന്ത്യൻ ടീം വലിയൊരു കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ODI സീരീസിനോട്ട് വരുന്നത്. നമുക്ക് ആ ഒരു ടെസ്റ്റ് സീരീസിലുണ്ടായ വലിയൊരു ലോസ്, ഹോം ടെസ്റ്റിലും അതുപോലെ തന്നെ BGTയിലുണ്ടായ വലിയൊരു ടെസ്റ്റ് ഫെയിലിയറിന് ശേഷം ടീം കുറച്ചൊരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്ത് T20 സീരീസിലൂടെ കുറച്ചൊരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്താണ് ഈ ODI സീരീസിനോട്ട് വരുന്നത്. സോ ഈ ODI ഫസ്റ്റ് മാച്ച് നടക്കുന്നത് നാഗ്പൂരിലാണ്. അവിടെ ഡേ ആൻഡ് നൈറ്റ് മാച്ചസ് ആയിട്ടാണ് ഈ നാഗ്പൂരിലെ ഫസ്റ്റ് ODI നടക്കുന്നത്. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ടീമിലോട്ട് ഇന്ത്യയിലെ സ്റ്റാർ പ്ലെയേഴ്സ്, സീനിയർ പ്ലെയേഴ്സ് എല്ലാവരും തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. സോ ലൈക്ലി ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി ഇന്ത്യക്ക് ഒരു പരിശീലന മത്സരം പോലെയാണ് മേ ബി എനിക്ക് തോന്നുന്നത് ടീം ഇതിനെ കാണുന്നുണ്ടാവുക. കാരണം ചാമ്പ്യൻസ് ട്രോഫിയിലോട്ട് എടുത്തിട്ടുള്ള ഏകദേശം സെയിം സ്ക്വാഡ് തന്നെയാണ് ഈ നമുക്കുള്ള ഈ ODI സീരീസിനും ഇന്ത്യൻ ടീം എടുത്തിട്ടുള്ളത്. സോ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാൻ പോകുന്ന മോസ്റ്റ് പ്രോബബിൾ 11 ആയിരിക്കണം ഈ നടക്കാൻ പോകുന്ന ODI സീരീസിനും ഗൗതം ഗംഭീർ ആൻഡ് രോഹിത് ശർമ്മ നയിക്കുന്ന ഈ ഇന്ത്യൻ ടീം സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലണ്ട്, കഴിഞ്ഞ ഇന്ത്യയോടൊപ്പം നടന്ന T20 സീരീസ് കളിച്ച ഓൾമോസ്റ്റ് സെയിം സ്ക്വാഡാണ് ODIയിലോട്ടും അവർ വരുന്നത്. അതിലെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ജോ റൂട്ട് എന്ന വെറ്ററൻ പ്ലെയറുടെ കംബാക്കാണ്. സോ SA20 ലീഗ് കാണുന്ന, അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം അറിയുണ്ടാവും. സോ ഹീസ് ഇൻ എ ബ്രില്യൻ ഫോം. സോ ടെസ്റ്റിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ജോ റൂട്ട് ഒരു ബ്രില്യൻ പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ വൈറ്റ് ബോൾസിലും ജോ റൂട്ട് അദ്ദേഹത്തിൻ്റെ സ്കിൽ ഭയങ്കര ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഇൻ ബാറ്റിംഗ് ആൻഡ് ബോളിംഗ് ടു. സോ എസ്പെഷ്യലി പേൾ റോയൽസിൽ 2-3 ഓവർ എല്ലാ മാച്ചസും ബോൾ ചെയ്യുന്നുണ്ട്. ക്രൂഷ്യൽ ഓവേഴ്സ്, ക്രൂഷ്യൽ വിക്കറ്റ്സ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓപ്പണിങ്ങിൽ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് ജോ റൂട്ട്. സോ ജോ റൂട്ടിൻ്റെ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മുതൽക്കൂട്ടാവും. കാരണം ഈ ഫസ്റ്റ് ODI നടക്കാൻ പോകുന്നത് നാഗ്പൂരിലാണ്. നമ്മൾ കഴിഞ്ഞ T20 സീരീസിൽ കണ്ടതാണ്, ഇംഗ്ലണ്ട് പ്ലെയേഴ്സിന് സ്പിന്ന് എങ്ങനെ കളിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ദർ ഇസ് നോ ഐഡിയ. പിന്നെയും കുറച്ചെങ്കിലും പറയുകയാണെങ്കിൽ ബട്ട്ലർ മാത്രമാണോ ഒന്ന് പിടിച്ചു നിന്നത്. ബാക്കി എല്ലാ പ്ലെയേഴ്സും വരുൺ ചക്രവർത്തി ആൻഡ് ബിഷ്ണോയ് ബോളിയം വന്ന ദേ ആർ ലൈക്ക് ഒരു പാക്ക് ഓഫ് കാർഡ്സ് പോലെ എല്ലാവരും കൂടാനും കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സോ ജോ റൂട്ടിനെ പോലെ ഒരു വെറ്ററൻ പ്ലെയർ, ഒരു സ്പിന്ന് സൂപ്പറായി കളിക്കുന്ന ഒരു പ്ലെയറുടെ ഒരു ഇൻക്ലൂഷൻ, അത് ഇംഗ്ലണ്ടിൻ്റെ കോൺഫിഡൻസിനെ കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്യും. സോ അവരുടെ ബാറ്റിങ്ങിലെ കുറച്ചൊന്ന് സ്ട്രെങ്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ നാഗ്പൂരിലായതുകൊണ്ട് തന്നെ ആ ഒരു സ്പിൻ അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടാവും. കാരണം ഡേ ആൻഡ് നൈറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിന് കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടാവും. കാരണം ഫസ്റ്റ് കുറച്ച് ഡ്രൈ ആയിരിക്കും പിച്ച്, അതോടൊപ്പം തന്നെ കുറച്ചൊരു ഡ്രിഫ്റ്റ് എല്ലാം കാരണങ്ങൾ കിട്ടും. സോ ഇന്ത്യയാണെങ്കിൽ ഓൾമോസ്റ്റ് 4 സ്പിന്നേഴ്സ് സ്ക്വാഡിലുണ്ട്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആദിൽ റഷീദ് മാത്രമാണ് ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ എന്ന് പറയാന്നുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് ഇംഗ്ലണ്ട് സ്ക്വാഡിലോട്ട് പോകാം. സോൾട്ട്, ജോസ് ബട്ട്ലർ, ബെൻ ഡക്കറ്റ്, റൂട്ട്, ഹാരി ബ്രൂക്ക്, ലിവിങ്സ്റ്റൺ, ജേക്കബ് ബത്തൽ, ബ്രണ്ടൻ കാസ്, ആദിൽ റഷീദ്, ഗസ് അക്കിൻസൺ, മാർക്ക് വുഡ്, ജെമി ഓവർട്ടൺ, ഷക്കീബ് മഹമ്മൂദ്, ജെമി സ്മിത്ത് ആൻഡ് ജോഫ്ര ആർച്ചർ. ഇവരെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു പ്രോബബിൾ 11 നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സോൾട്ട് ആൻഡ് ഡക്കറ്റ് വിൽ ഓപ്പൺ. അതിനുശേഷം ജോ റൂട്ട് കംസ് ടു നമ്പർ 3. അതിനുശേഷം ഹാരി ബ്രൂക്ക് ഓർ ജോസ് ബട്ട്ലർ. അത് 4-5 ആര് കളിക്കുന്നുള്ള അറിയില്ല, ബട്ട് അതായിരിക്കും അവരുടെ 4-5 ജോസ് ബട്ട്ലർ ആൻഡ് ഹാരി ബ്രൂക്ക് ആയിരിക്കും. ദെൻ ലിവിങ്സ്റ്റൺ, ദെൻ ബ്രണ്ടൻ കാർസ്, ആദിൽ റഷീദ്, ഗസ് അക്കിൻസ്റ്റൺ, മാർക്ക് വുഡ് ഓർ ജോഫ്ര ആർച്ചർ. സോ ഈ ഒരു ലൈനപ്പിലാണ് ഇംഗ്ലണ്ട് പോകാൻ ഓൾമോസ്റ്റ് ചാൻസ്. സോ ഈ ഒരു ലൈനപ്പിൽ പോകാനുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, സോ അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ എന്ന് പറയുന്നത് ആദിൽ റഷീദ് മാത്രമായിരിക്കും. പിന്നെ ദെൻ ലിവിങ്സ്റ്റൺ ക്യാൻ കോൺട്രിബ്യൂട്ട് എ ലിറ്റിൽ ബിറ്റ് ഇൻ ദ ബോൾ. സോ ഇന്ത്യൻ സ്ക്വാഡിലോട്ട് വരിക എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ സ്റ്റാർ പ്ലെയേഴ്സ് എല്ലാം ODI സീരീസിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. സോ ലൈക്ക് സീനിയർ പ്ലെയേഴ്സ് രോഹിത് ശർമ്മ ആൻഡ് വിരാട് കോഹ്ലി ആൻഡ് സീസൺ പ്ലെയേഴ്സ് ലൈക്ക് KL രാഹുൽ ആൻഡ് ഋഷഭ് പന്ത് ആൻഡ് ശ്രേയസ് അയ്യർ കുറേ കാലത്തിന് ശേഷം ഇന്ത്യൻ ഇൻ്റർനാഷണലിലോട്ട് തിരിച്ചു വരുന്നു.
സോ ഇന്ത്യയുടെ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, പന്ത്, ശുഭ്മാൻ ഗിൽ, കോഹ്ലി, ശ്രേയസ് അയ്യർ, ഹർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, ഹർഷദീപ് സിംഗ്, ഷമി, കുൽദീപ് യാദവ്, റാണ, യശസ്വി ജയ്സ്വാൾ, വരുൺ ചക്രവർത്തി, രാഹുൽ അക്സർ ആൻഡ് വാഷിംഗ്ടൺ സുന്ദർ. സോ ഇന്ത്യ രോഹിത് ആൻഡ് ശുഭ്മാൻ ഓപ്പൺ വരുമെന്ന് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ കോഹ്ലി നമ്പർ 3, നമ്പർ 4 ശ്രേയസ് അയ്യർ, നമ്പർ 5 KL രാഹുൽ, നമ്പർ 6 ഹാർദിക് പാണ്ഡ്യ, നമ്പർ 7 അക്സർ, നമ്പർ 8 ജഡേജ, നമ്പർ 9 ഷമി, നമ്പർ 10 ഹർഷദീപ്, നമ്പർ 11 മോസ്റ്റ് പ്രോബബ്ലി കുൽദീപ്. സോ വരുൺ ചക്രവർത്തി ടീമിലുണ്ടെങ്കിലും ഫസ്റ്റ് കുൽദീപ് സ്റ്റാർട്ട് ചെയ്യാനാണ് ചാൻസ്. എൻ്റെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുംറ സ്ക്വാഡിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. ബുംറ റൂൾഡ് ഔട്ട് ഫോർ ദ ഫസ്റ്റ് 2 ODIs. എനിക്ക് തോന്നുന്നില്ല മൂന്നാമത്തെ ODI കളിക്കാൻ ബുംറയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ബട്ട് കറൻ്റ്ലി ഫസ്റ്റ് 2 ODIസിന് ബുംറ ഈസ് നോട്ട് ഇൻ ദ സ്ക്വാഡ്. സോ വരുൺ ചക്രവർത്തിയാണ് റീപ്ലേസ്മെൻറ്റ് എടുത്തിട്ടുള്ളത്. ബട്ട് വരുൺ ചക്രവർത്തി സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല ബിക്കോസ് കുൽദീപ്, അക്സർ ആൻഡ് ജഡേജ ഈസ് ഇൻ ദ ടീം. സോ ഇൻ കേസ് വരുൺ ചക്രവർത്തി ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതർ അക്സർ ഓർ രവീന്ദ്ര ജഡേജ ബെഞ്ചിലിരിക്കേണ്ടി വരും. ഇൻ കേസ് എൻ്റെ ഒപ്പീനിയൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ചക്രവർത്തി ഷുഡ് പ്ലേ. ചക്രവർത്തി ആൻഡ് കുൽദീപ് ഷുഡ് പ്ലേ ദിസ് ODI ബിക്കോസ് രണ്ടുപേരും കൂടി ബോൾ ചെയ്താൽ ഇംഗ്ലണ്ട് അവർക്ക് തിരിച്ച് ഈ സ്പിന്നിന് ഒരു മറുപടി ഉണ്ടാവില്ല. സോ ആര് പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് അതൊരു ക്വസ്റ്റ്യനാണ്. സോ നമുക്ക് നോക്കാം. സോ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പ്ലേയിങ് 11 ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി അവർ സ്റ്റാർട്ട് ചെയ്യാം. സോ നാഗ്പൂർ ഈ പറഞ്ഞതുപോലെ സ്പിൻ ഫ്രണ്ട്ലി ആണ്. ഒരു പവർ പ്ലേയിൽ മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്ന ടീമിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. മിഡിൽ ഓവേഴ്സിൽ സ്പിന്നേഴ്സ് കംസ് ടു പ്ലേ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണ്. അതിൽ റഷീദ് നല്ലൊരു ക്വാളിറ്റി സ്പിന്നറാണ്. സോ നമുക്ക് ക്വാളിറ്റി സ്പിന്നേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മളുടെ വീക്ക്നെസ്സും ഇന്ത്യൻ ബാറ്റേഴ്സ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സ്പിന്നിനെതിരെ കുറച്ച് വീക്കാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സോ ആദിൽ റഷീദുടെ ഒരു 10 ഓവർ വളരെ ക്രൂഷ്യലാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഫസ്റ്റ് ODIനെ കുറിച്ച് എനിക്കൊരു പ്രിവ്യൂ പറയാനുള്ളത്. ആൻഡ് വാട്ട് ദ റിസൾട്ട് ഒരു പ്രഡിക്ഷൻ പറയണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ഗോ വിത്ത് ഇന്ത്യ. പ്യുവർലി ഇന്ത്യയുടെ ഒരു സ്പിൻ അറ്റാക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സ്പിൻ അറ്റാക്കും അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ബാറ്റേഴ്സ് സ്പിന്ന് കളിക്കുന്നത് വളരെ വീക്ക് ആയതുകൊണ്ടും സോ ഒരു 60-40 അല്ലെങ്കിൽ ഒരു 65-35 അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് തന്നെയാണ്. സോ ടോസ് കിട്ടുന്ന ടീം ഫസ്റ്റ് ബോൾ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. സോ ലെറ്റ് സി വാട്ട്സ് ദ മാച്ച് റിസൾട്ട് വിൽ ഗോ. സോ മാച്ചിന് ശേഷം നമുക്ക് മാച്ചിൻ്റെ എന്തൊക്കെ ഇൻസൈറ്റ്സും ഡിസ്കഷനും ആയിട്ട് നമുക്കൊരു പോസ്റ്റ് മാച്ച് റിവ്യൂ ആയിട്ട് നമുക്ക് വരാം. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി വീഡിയോസ് നമുക്ക് ലൈവായിട്ട് നമുക്കിത് ചെയ്യാൻ ശ്രമിക്കാം. ഒരുപാട് സ്പോർട്സ് നട്ട്സ് ആയിട്ടുള്ള ഫ്രണ്ട് സർക്കിൾസ് ഉണ്ട്. സോ അതിൽ നിന്നെല്ലാം ഒരുപാട് ഫ്രണ്ട്സിനെ നമ്മുടെ വീഡിയോയിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.